സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. അപ്പാ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ ആ പുറത്തൊക്കെ നോക്കി അവിടെ നിന്ന് ആരെങ്കിലും പൊരിക്കുവാണോ എന്ന്. അപ്പോൾ ലഞ്ച് കഴിച്ചായിരുന്നോ? ഓ, ടൈമായില്ലല്ലേ. മറ്റേ വേതാളം അവിടെ അപ്പൻ്റെ വാല്. അപ്പാ, ബാക്കി പ്രോജക്റ്റുകളൊന്നും നമുക്കിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഗവൺമെൻറ് പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിയ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളാകെ ഫിനാൻഷ്യലി ഇപ്പോൾ പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രോജക്റ്റ് തീർത്താൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആകെപ്പാടെ പൊട്ടം തിരിഞ്ഞ അവസ്ഥയിലാണ് നമ്മളിപ്പം. ഇതെങ്ങാണ് ഇക്കാശ് അറിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പന്. എനിക്കറിയത്തില്ല ഇനി എന്തൊക്കെ വരാൻ പോകുന്നതെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സെക്കൻഡ് കോട്ട് അപ്പീലും. ഇപ്പം ഈ അപ്പീൽ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതെ, ഇയാൾ ചുമ്മാ ഇരിക്കണോ? ഇയാൾക്ക് എന്തോ അറിയാം. അതെ അപ്പാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇഗ്ഗാഷിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആശുവിനിപ്പോൾ ദേഷ്യം വന്നാൽ അതിൻ്റേതായ റീസണുണ്ട്. കാരണം ഇന്നലെ ഫൈറ്റിങ്ങിൽ ജയിച്ച് ഈ പ്രോജക്റ്റ് നമുക്കാണെന്ന് ഉറപ്പായ കാര്യമാണേ. അപ്പം കേട്ടോണം, അത് അത്രയും ഉറപ്പും കോൺഫിഡൻസും ഉള്ളതുകൊണ്ടാണ് അവൻ അത്രയും എമൗണ്ട്, അതായത് കോൺട്രാക്ടർമാർ ചോദിച്ച അത്രയും എമൗണ്ട് അവൻ ഇന്നലെ തന്നെ അയച്ചു കൊടുത്തത്. എമൗണ്ട് അയച്ചതിന് ശേഷം ആ പട്ടി കണ്ട വെള്ളം കുടിക്കാത്ത മോന്തമുള്ള അങ്ങേര് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും കൂടെ അങ്ങ് സഹിച്ചോണം, അത്ര എനിക്ക് പറയുള്ളൂ. ഏതായാലും അവൻ ഇനി എന്ത് ചെയ്താലും അതിന് കൊലയാണെങ്കിൽ പോലും അവൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണും, അത് ഉറപ്പാണ്. ഇത്രയും ദിവസം അവൻ ചെയ്യാൻ പോകുന്ന കാര്യം പറയുമെങ്കിലും ചെയ്യാമായിരുന്നു. ഇപ്പം പിന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആൾക്കാരുള്ളതുകൊണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഏരിയേറ്റി കൊടുക്കാൻ ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണേണ്ടിടാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്ന് വെച്ച് ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉള്ളതാ. ഇത് സിനിമയൊന്നുമല്ല, അതപ്പം മറക്കണ്ട. ഓ, സിനിമയാണെങ്കിൽ പിന്നെ ഇങ്ങേരെ പോലീസും അങ്ങ് മൂക്കി കയറ്റിയാൽ ഒന്ന് പോടോ ഇയാൾ. അതെ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്തെങ്കിലും ചെയ്താൽ അതിൽ പിടിച്ച് നിൽക്കാനും അറിയാം. അല്ലാതെ കക്കാൻ മാത്രമല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, കട്ട് കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അതെ അപ്പാ, അപ്പം ടെൻഷനൊന്നും അടിക്കണ്ട. അവൻ എന്ത് ചെയ്താലും അത് അവൻ്റെ ഫ്രസ്ട്രേഷൻ്റെ പുറത്തൊക്കെ തന്നെയാണ്. പക്ഷെ ആലോചിച്ച് കൊണ്ടൊക്കെ അവൻ തീരുമാനം എടുക്കത്തുള്ളൂ, അല്ലാതെ ഇവിടെ ഓരോരുത്തർ പറയും പോലെയൊന്നുമല്ല. അതുകൊണ്ട് അപ്പം ടെൻഷൻ ആവണ്ട. അതെ, നിങ്ങൾ രണ്ടുപേരും രണ്ട് വാക്കിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ അല്ലേ മോൻ, പിന്നെ എനിക്കങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും. എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്ന ദൈവം തമ്പുരാന് മാത്രമാണ്. അല്ല,
ചൈതു നിന്റെ കൂടെ അല്ലേ നീ അവൻ്റെ കൂടെ അല്ലേ പോയത് അഡ്വക്കേറ്റ് ഓഫീസിലോട്ട്? എന്നിട്ട് അവനെവിടെ? നീ മാത്രം ഒറ്റയ്ക്ക് വന്ന്? ഓ അതാണോ? ആ ഞാൻ ബസ്സിൽ കയറി വന്നേ. അല്ല, അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്ന് അഡ്വക്കേറ്റ് പറഞ്ഞതാണ് എന്നെ കാറി കൊണ്ടാക്കാന്ന്. പിന്നെ ബസ്സിൽ വരാനുള്ളൊരു കൊതി കൊണ്ട് ബസ്സിൽ കയറി വന്നേ. അവൻ ആ വിഷ്ണുദാസിൻ്റെ വീട് വരെ പോയിരിക്കുക. ഇപ്പോൾ വരും. വീട്ടിൽ വന്നിട്ട് നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഋഷി നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയെന്നോ? എന്തിന്? എന്താടാ നീയൊക്കെ എന്താ പ്ലാൻ ചെയ്ത് അതിനിടയ്ക്ക്? നിന്റെ ഉദ്ദേശം എന്താ? ഞാൻ അറിഞ്ഞോളത്തോട് ചോദിക്കുക. എന്തിനാടാ അങ്ങോട്ട് പോയത്? അതിനപ്പം എന്തിന് ഇത്ര ഷോക്കാവുന്നേ? ഞാൻ അപ്പനോട് വിളിച്ച് പറഞ്ഞാണല്ലോ അവൻ ആ ബെറ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന്, അവൻ ആ തീരുമാനം മാറ്റിയെന്ന്. അവനപ്പം തന്നെ എന്നോട് വിളിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു. ഇന്നത്തെ 8 മണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം തന്നെ മണി 10-11 ആയില്ലേ? 11? 12 മണിയാവാറായി. അതുകൊണ്ട് തന്നെ അയാളെ മോനെ അങ്ങോട്ട് വിട്ടിട്ടില്ല. അതുകൊണ്ട് ആ ചെറുക്കനെ പിടിച്ചുകൊണ്ട് വരാൻ പോയതാ. അതിനിപ്പോൾ എന്തിനാ ഞെട്ടുന്നേ? എന്നെ വിളിച്ചതാ. പിന്നെ എൻ്റെ അതേ മൂഞ്ചുള്ളൊരു നരപൂച്ച അവിടെ ഉള്ളത് എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ദാറ്റ്സ് ഓൾ. അതിനപ്പം എന്തിനാ ഇത്രയും ഷോക്കാവുന്നേ? അപ്പ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യേ. ഓരോന്ന് ചോദിക്കുന്നുണ്ടല്ലേ എന്തിനാ ഷോക്കാവുന്നതെന്ന്. പിന്നെ ഷോക്കാവാതെ അപ്പൊ അവനെ അങ്ങനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങേര് ഇനി കേസ് കൊടുക്കാൻ പോകുന്ന കിഡ്നാപ്പിങ്ങിനാ. അത് ഉറപ്പാ. അങ്ങേരെ സ്വഭാവം അപ്പനറിയാമല്ലോ. ഇനി അതുകൂടെ വരാനുള്ളൂ. വന്നു കഴിഞ്ഞാൽ പോലീസ് എന്തായാലും കേസ് എടുക്കും, ഉറപ്പാ. അല്ലാതെ ഒക്കത്തിരിക്കുന്നവരാണെന്നും പോലീസ് ഓർക്കത്തില്ല. ഇവൻ ഇത് എന്ത് ഭാവിച്ചാ? അതെ, കൂടുതൽ ഓവർ എക്സ്പ്രഷൻസ് ഇട്ട് കോളമാക്കല്ലേ. അതെ അപ്പ ടെൻഷനൊന്നും അടിക്കണ്ട. അങ്ങനെ കേസൊന്നും ആവത്തില്ല. അങ്ങനെ കേസാവാനാണെങ്കിൽ തന്നെ അയാൾ ബെറ്റ് വിളിച്ച് എൻ്റെ ഫുട്ടേജൊക്കെ എടുത്തങ്ങ് കാണിച്ചു കൊടുക്കും. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനാന്ന് ആ ഫുട്ടേജ് വെളി വരുന്നതോടെ തെളിയും. അത് കഴിഞ്ഞ് അയാൾ ഇഞ്ച പരുവത്തി നാറും. അക്കാര്യം ഭീഷണിപ്പെടുത്തി അയാൾ അടക്കി നിർത്താനുള്ള ഐഡിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. അതുകൊണ്ട് കൂടുതൽ ഓവർ എക്സ്പ്രഷൻസ് ഇട്ട് രണ്ടുപേരും കുളമാക്കാൻ നിൽക്കണ്ട. അവൻ പോയ ചെറുക്കനെ വിളിച്ചോണ്ട് വരട്ടെ. പിന്നെ ഇനി ആ ചെറുക്കനെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പോവുമല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അവൻ എന്തെങ്കിലും ചെയ്താലും അതിലൊന്നും ഞാൻ ഇടപെടത്തില്ല. അവൻ്റെ തന്ത ചെയ്ത കർമ്മബലം മോൻ അനുഭവിക്കാൻ പോകുന്ന അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വീട്ടിലോട്ടല്ലേ വരുന്നേ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്നും ചെയ്യില്ലായിരിക്കാം, പ്രതീക്ഷിക്കാം. എനിവേ ഐ എം സോ ഹാങ്ക്രി. ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. അപ്പം എൻ്റെ കയ്യിൽ പേൽസോ പൈസയോ ഒന്നുമില്ല. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കാർഡോ വല്ലതും ഉണ്ടെങ്കിൽ തരാൻ പറ, എനിക്ക് ഫുഡ് കഴിക്കാൻ. ആനക്കാര്യത്തിനിടല്ല എടുത്തോണ്ട് പോ. എൻ്റെ തന്നെയാ ഋഷി. എനിക്ക് കൈയും കാലും വിറയ്ക്കുക. ഇവന്മാർ രണ്ടും ഇത് എന്ത് വിചാരിച്ചിട്ടാ മോനെ? നിനക്കൊന്നും ഇതിലൊക്കെ ഇടപെട്ടൂടെ? എന്നിട്ട് വേണം ഞാൻ ഏതെങ്കിലും ഭിത്തിയിലൊട്ടിയിരിക്കുന്ന അപ്പനെ കാണാൻ. അപ്പനെ മോൻ നഷ്ടപ്പെടുന്നതിന് ഒരു സങ്കടമില്ലല്ലേ? എൻ്റെ പൊന്നപ്പ, ഈ പോയതിൻ്റെ നാക്ക് സഹിക്കാൻ വയ്യ. പിന്നെയാണ് മറ്റവൻ്റെ മസില്. എന്നെ കൊണ്ടൊന്നും വയ്യ തല്ലുകൊള്ളാനായിട്ട്. ഹെവന്മാരെ ഇടയ്ക്ക് ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് തേച്ചൊട്ടിക്കും. ഒന്ന് വാ കൊണ്ടും ഒന്ന് കൈക്കരുത്തുകൊണ്ടും. അതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കുന്നതല്ലേ. ഏതായാലും നമ്മൾ പറയുന്ന നിയമമാർ കേൾക്കാനേ പോകുന്നില്ല. പിന്നെ ആ കോഴിക്കുഞ്ഞ് പറഞ്ഞ സത്യമാ. അവൻ വീട്ടിലോട്ടല്ലേ കൊണ്ടുവരുന്നേ. നമ്മളൊക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ചെറുക്ക സേഫായിരിക്കും. പക്ഷെ എന്നാലും വിഷ്ണുദാസിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ടെൻഷൻ. അയാളുടെ കാര്യം ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും അപ്പാ? അപ്പൊ ഒരു ഫ്രണ്ടൊക്കെ തന്നെയാ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ഇത് കയ്യിൽ ചോദിച്ചു വാങ്ങിച്ചതാ. വെറുതെ ഇരുന്ന ചെറുക്കന്മാരെ കുത്തി ഇളക്കിയിട്ട്. ഇവർക്ക് ചോരത്തിളപ്പിന്റെ പ്രായം എന്തെങ്കിലും പറയാം. അയാൾക്ക് എന്താ മൂത്ത് നിറച്ചതിന്റെ കഴപ്പാണോ? എന്റെ പൊന്നു ഋഷി കുഞ്ഞ, അവൻ പണ്ടേ ഇങ്ങനെയാ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നപ്പോഴും എൻ്റെ ദേഹത്തോ അല്ലെങ്കിൽ പൂർണിമേരെടുത്തോ മഹിമേരെടുത്തൊക്കെ ആരെങ്കിലും ഒന്ന് മോശമായിട്ട് സംസാരിച്ചാൽ മതി, അവനിങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. നിന്റെ അനിയനെ പോലെ. അവൻ്റെ രക്തത്തിൻ്റെ അംശം ഇത്തിരിയെങ്കിലും എൻ്റെ മോൻ്റെ ശരീരത്തിൽ കാണുമല്ലോ. അനന്തരവനല്ലേ? അതിൻ്റെ ദഹനക്കിടക്കെ ഐകാശ് കാണിച്ചു കൂട്ടുന്നത്. രണ്ടുപേരും കൂടെ തല്ലുണ്ടാക്കട്ടെ. രണ്ടുപേരും ഒരേ സ്വഭാവമാണ്. എന്താന്ന് വെച്ചാൽ ചെയ്ത് കൂട്ടട്ടെ. എനിക്കൊന്നും അറിയണ്ട. ഞാൻ ഏതായാലും ഇനി ഈ കാര്യത്തിൽ ഇടപെടത്തില്ല. അത് ഞാൻ തീരുമാനിച്ചതാ. എനിക്ക് വയ്യ, എനിക്ക് മടുത്ത്. വിഷ്ണുവിനോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനോട് പറഞ്ഞു മടുത്ത്. മോനോടും പറഞ്ഞു മടുത്ത്. ഇനി ആരോട് പറയാനാ? ഇതിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഞാനും ആ പൂർണിമയാ. ഇനി വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും അവളവിടെ ഉണ്ടെങ്കിൽ ഈ ചെറുക്കനങ്ങനെ അവളുടെ അടുത്ത് നീ മോശമായിട്ട് സംസാരിക്കുമെന്തോ. അതിന് വഴിയില്ല. എന്നാലും പ്രോജക്റ്റും പോയി, എല്ലാം പോയി. മൊത്തം ദേഷ്യത്തിലായിരിക്കും ചെറുക്കൻ അങ്ങോട്ട് കയറി ചെല്ലാൻ പോകുന്നത്. എന്താവോ എന്തോ ദൈവമേ. അപ്പൊ ഇങ്ങനെ ഇവിടെ നിന്ന് ദൈവത്തിന് വിളിച്ചോ. എനിക്ക് പേടി അവിടെ ആരും ഉള്ളതാ. ഈ കാശങ്ങനെ കയറി ചില സമയത്തിന് അവനങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവന് തല്ലത്തൊന്നുമില്ല. പക്ഷെ ഇവന്മാർ രണ്ടും അവനോട് മിണ്ടത്തില്ലല്ലോ. എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എൻ്റെ ടെൻഷൻ ഇപ്പോൾ. പിന്നെ ഈ കോഴിക്കുഞ്ഞിനെക്കാളും ബെറ്ററാ ആ താറാ കുഞ്ഞ്. അതുകൊണ്ട് പേടിക്കണ്ട. അമ്മ
അമ്മ ഇതെവിടെ പോകാൻ ഒരുങ്ങി കെട്ടി നിൽക്കുന്നേ? അമ്മ ഇന്ന് എവിടെ പോകുന്നവരും ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. അമ്മ എവിടെ പോവാ? ഓ, അതെന്താ എനിക്ക് നിന്നോടൊക്കെ പറഞ്ഞാലേ വെളിയിൽ പോകാൻ പറ്റത്തുള്ളോ? ഞാൻ അത്യാവശ്യമായിട്ട് ഷോപ്പിങ്ങിന് പോവാം. എൻ്റെ ഫ്രണ്ടില്ലേ സന്ധ്യയുടെ മോളുടെ അഞ്ചു ഇല്ലേ, അവളുടെ ബർത്ത്ഡേ വരിക. അതുകൊണ്ട് അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. സോ ഞാൻ പുറത്ത് പോവാം. ആ ചെറുക്ക മേളിൽ റൂമിൽ എവിടെ പാട്ടും കേട്ടോണ്ടിരിപ്പുണ്ട്. അല്ല, നിങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന്? ഓ അങ്ങനെ. അത് അവൻ്റെ കോളേജിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വൈകിട്ട് പോയി ആ പേപ്പർ വാങ്ങിച്ചാൽ മതി. അത് ഞാൻ പോയി വാങ്ങാം. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇനി ഓഫീസിൽ പോയി വെറുതെ ഇവനെ പോസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടാക്കിയതാണ്. ഇനി അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് വരണം. അമ്മനെ വേണമെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ആക്കാം. എന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓഫീസിലോട്ട് ചെല്ലാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവനെയും കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. എന്നാൽ നമുക്കിറങ്ങാം. അല്ല, അവൻ മേളിൽ അവൻ്റെ റൂമിലാ? അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. കുറച്ച് മുമ്പ് ഉറക്കണീറ്റതേ ഉള്ളൂ. എന്നിട്ട് റൂമിലോട്ട് ഓടുന്നുണ്ട് കുളിക്കാനോ ഫ്രഷ് ആവാനോ പല്ലിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ വന്ന് ഫുഡും കഴിച്ചിട്ട് പോയിട്ട്. ഇപ്പം ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഏതോ പാട്ടും കേട്ട് കുന്നു വെച്ചുകൊണ്ടിരിക്കുക ചെവിയിൽ. ഇനിയിപ്പോൾ അവിടെ നിന്ന് എണീക്കത്തില്ല. ആരു, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത് കഴിച്ചോ? ഞാൻ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. എനിക്കിപ്പോൾ വേണ്ടമ്മ, ഞാൻ എടുത്ത് കഴിച്ചോളാം. എനിക്ക് ഒരു 2-3 ഓൺലൈൻ ക്ലാസ് വരുന്നുണ്ട്. ഞാനിന്ന് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് തന്നെ അതിനൊക്കെ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നേരെ റൂമിലോട്ട് പോവാം. കയറിയില്ല എന്നുണ്ടെങ്കിൽ അവർ എൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലാസ്സിലേ പോകുന്നില്ല. അല്ല, ഇവിടെ ഉള്ളവർ വിടുന്നില്ല. ഇതിലെങ്കിലും കയറിയിരിക്കാം. ശരിയമ്മ, എന്നാൽ നിങ്ങൾ പോയിട്ടോ. ശരിടാ. ആ ചെറുക്കനെത്തി ശ്രദ്ധിച്ചോണേ. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അതിവിടെ ഇല്ലാത്തതായതുകൊണ്ട് അതിന് എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. നീ ഒന്ന് എടുത്തു കൊടുക്കാൻ സഹായിച്ചാൽ മതി. എടാ, എന്നെ ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിലൊന്ന് ഇറക്കണേ. ബാ. അമ്മ ബാ. ആരു ബൈ. അവനൊന്ന് ശ്രദ്ധിച്ചോ. ശരി. എൻ്റെ പൊന്നു വിഷ്ണു സാറേ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് ചെയ്ത സാറാന്ന് എന്തായാലും അവരറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ റോയ് സാറിൻ്റെ കാര്യം പോട്ടെ, ആ ചെറുക്കൻ ഈ കാശ് വെറുതെ ഇരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇനി അതിന് പകരം വിട്ട് അവ ഇറങ്ങി വരും. ഇതുവരെ സാർ ഒരു കാര്യം ചിന്തിക്കണം. ഇന്നേ വരെ അവർ സാറിന് വേണ്ടി തിരിച്ചടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും വന്നിട്ടില്ല. അത് അവരുടെ മാന്യതയാണ്. പക്ഷെ സാറ് വീണ്ടും വീണ്ടും അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇപ്രാവശ്യം സാഗർ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത് ആ ചെറുക്കൻ നല്ല വേവിലെന്നാ. ഇനി ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് വിളിച്ച ബെറ്റൊക്കെ അവർ കളഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഇനി എങ്ങാനും ഇതിൻ്റെ ദേഷ്യത്തിന് ഇതിൻ്റെ വാശി തീർക്കാനും വേണ്ടി ബെറ്റ് അവർ കളയാണ്ട് അതിനെ വീണ്ടും തിരിച്ചെടുത്ത സാർ എന്തോ ചെയ്യും? ഞാനെന്തോ ചെയ്യാനാ? അതെ, എൻ്റെ മോൻ പോകുന്ന റോയുടെ വീട്ടിലോട്ട് തന്നെ അല്ലേ? പിന്നെ 8 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവന്മാരെ നോക്കണ്ട, പേടിക്കാൻ വേണ്ട. റോയി അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലവനാ. എനിക്കിപ്പോൾ റോയിയോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് ആ ചെറുക്കനോടാ ദേഷ്യം. അതിൻ്റെ വേവിലാണ് കമ്പനി കിട്ടി ഞാൻ ഒരു പണി കൊടുത്തത്. ഇനിയിപ്പോൾ അപ്പീലൊക്കെ കഴിഞ്ഞ് എന്തായാലും എല്ലാം ശരിയായി വരുമ്പോഴത്തേക്കും 1.5 മാസം എടുക്കും. അതിനകത്ത് ആ 1.5 മാസത്തിനകത്ത് ഞാൻ അവന്മാരെ കൊണ്ട് നക്ഷത്രക്കാലം എണ്ണീപ്പിക്കും. അവന്മാരല്ല, അവനെ, ആ ചെറുക്കനെ നശൂലം പിടിച്ചത് എനിക്കതിനെ കണ്ടൂടാ. എൻ്റെ പെങ്ങളെ കൊന്നിട്ട് അവൻ ഭൂമിയിൽ വരച്ച് കൊണ്ട് നടക്കുക. എൻ്റെ പൊന്നു വിഷ്ണു സാറേ, ഞാൻ അറിയാൻ വയ്യായിട്ടൊരു കാര്യം ചോദിക്കുക. ഞാൻ ചോദ്യം ചെയ്യുക, കുറ്റം പറയാന്നൊന്നും പറയരുത്. സാർ നല്ല ദേഷ്യത്തിലാണ്. ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് ഞാൻ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണുമെന്ന് സാർ ചിന്തിക്കണം. സാറേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. എല്ലാം പോട്ടെ, സാറിൻ്റെ സിസ്റ്റർ പ്രഗ്നൻസിയിൽ മരിച്ചതിന് ആ വയറ്റിൽ കിടന്ന കൊച്ചെന്ത് ചെയ്തിട്ടാ സാറേ? ഇതെല്ലാം റിസ്ക് ആണെന്ന് അറിഞ്ഞും കൊണ്ടല്ലേ അവരാ കുട്ടിയെ വേണമെന്ന് പറഞ്ഞത്. എന്താ അവർക്ക് ആ കുട്ടി ഇല്ലാതാക്കി കളഞ്ഞുകൂടായിരുന്നു? അവരത് ചെയ്തില്ല. പിന്നെ അതിന് അവനെന്ത് ചെയ്തിട്ടാ? സാറിന് എന്തിനാ ഇത്രയും വൈരാഗ്യം അവരോട്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്നിച്ചുണന്ന് അങ്ങനെ വളരുന്നൊരു കൂടപ്പറപ്പ് നിനക്ക് വേണം. ഒരുമിച്ച് അതിൻ്റെ അകത്തുനിന്നുകൂടി വരണം. എന്നാലേ വേദന മനസ്സിലാവത്തുള്ളൂ. എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ അതിനെ ഏറ്റെടുത്താലും അത് അവ ശ്രദ്ധിക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് എന്നോട് പറയണമായിരുന്നു. എനിക്കൊന്നും അവനും അവൻ്റെ ആ മോനും ശത്രു തന്നെയാണ്. എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന ഒന്നുണ്ടല്ലോ, അതിനെനിക്കിഷ്ടമാണ്. പാവമാണ്. അതുപോലെയല്ല ബാക്കി ഒന്നും. ആ സ്വന്തതയുണ്ടല്ലോ, ഈ കാശ്, അവനെ എനിക്ക് വെറുപ്പാണ്. ആ ചെറുക്കൻ്റെ നാശത്തിനാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അത് ഞാൻ കാണുകയും ചെയ്യും. ഞാനൊന്നേ പറയുന്നുള്ളൂ, ലാസ്റ്റ് ഇതൊക്കെ കൂടി സാറിന് തിരിച്ചടിക്കാതിരുന്നാൽ മതി. ആ ചെറുക്കന് സാറിൻ്റെ അതേ സ്വഭാവം കിട്ടിയിരിക്കുന്നത്.
എന്താ എപ്പോഴാ കാണിച്ചു കൂട്ടാന്ന് ഒരു പിടിയില്ല. സൂക്ഷിച്ച സാറിന് ദുഃഖിക്കണ്ട. ഇതാരിപ്പോ ആശു, നീ എന്തിവിടെ? എന്നെ കാണാൻ വന്നാണോ? നിന്നെ കാണാൻ ഞാൻ നടന്ന തന്നെ മാറിയിടാ അങ്ങോട്ട്. നിന്റെ അളിയൻ എവിടെ? ഞാൻ അവനെ കാണാൻ വന്നതാ. അളിയൻ തൃശ്ശൂനെയോ? എന്തിന്? ആശു, നീ വേറത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ ആരുമില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയാം, ഞാൻ അറിഞ്ഞ ഇഷ്യൂസൊക്കെ. എടാ വേണ്ട, വിട്ടേരെ. വിഷ്ണുവച്ചൻ അപ്പോഴത്തെ ദേഷ്യത്തോരോട് കാണിച്ചു കൂട്ടുന്നതാ, മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല. നീ ഇതൊക്കെ കളഞ്ഞേര്. നീ വീട്ടിൽ പോ, ചെല്ല്. അവർ വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക്. ഒന്നുമില്ലടാ, എല്ലാം വിട്ടാളാ പ്ലീസ്. ഇവിടെ ആരും ഇല്ലേ? എല്ലാരെയും കാണിച്ചവനെ വിളിച്ചോണ്ടോണോന്ന് വിചാരിച്ചേ. ഇതിപ്പോൾ ആരും ഇല്ലാണ്ട് നീയുണ്ടല്ലോ. നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം നീ ഈ ഫാമിലിയല്ലേ പറയും പോലെ. നീ ഒരാൾ മതി തൽക്കാലം. നീ അവൻ്റെ റൂം പറയുന്നു, അത് ഇവിടെ നിന്ന് ഇങ്ങനെ അഭിനയിക്കാൻ പോവാണോ? ആശു വേണ്ട,
വെറുതെ എന്തിനാടോ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്? വിഷ്ണു അച്ഛനൊക്കെ പാവമാടാ, നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല. എടാ അവരപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ കാണിക്കുന്നതാ. അങ്ങനെ ഒരു പഞ്ചപാവടാ, വിട്ടേരടാ. എടാ വിഷ്ണു അച്ഛൻ്റെ കാര്യം പോട്ടെ. എടാ തൃശു, നീ എന്തിനാ തൃശു തിരക്കുന്നത്? എടാ അവൻ പാവടാ. എടാ വേണ്ടടാ, ഒന്നും വേണ്ട, പ്ലീസ് ഇടാ, പ്ലീസ് ഇടാ, പോടാ. മോനെ മോനെ ആരവേ, നീ എൻ്റെ ചേട്ടനാ. അത് മറന്നുള്ള പ്രവൃത്തികൾ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ നീ വിഷ്ണു അച്ഛനെന്ന് വാതോരാതെ വിളിക്കുന്നുണ്ടല്ലോ അങ്ങേരെ. അങ്ങേര് ഇന്ന് രാവിലെ കാണിച്ച ഗുണാധികാരമൊക്കെ നീ അറിഞ്ഞാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിഞ്ഞാണോല്ലോ. പിന്നെ നിൻ്റെ ഫാമിലി അല്ലേ ഇത്, അതുകൊണ്ട് നിനക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നിൻ്റെ ഹസ്ബൻഡേ ഒരു പോങ്ങൻ, പിന്നെ നിനക്കും പോങ്ങനായല്ലേ പറ്റത്തുള്ളൂ അയാളുടെ മുമ്പേ. അത് ഞാൻ സിറ്റുവേഷന് വിട്ടിയെന്നേക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടക്കത്തില്ല കേട്ടോ. നീ മര്യാദയ്ക്ക് അവൻ്റെ റൂം ഉറഞ്ഞു തന്നോ, കിടന്നിങ്ങനെ പാവം കൂടാതെ കേട്ടാ. വൈകുണ്ഠത്തിലുള്ളവർ മാത്രമല്ലടാ, റായിച്ചന്ദ് ഫാമിലിയിലുള്ളവരും പാവം തന്നെയാണ്. പെട്ടെന്ന് ദിവസം രാവിലെ എണീക്കുമ്പോഴേ സ്വന്തം കൂടപ്പുറപ്പിനെ കൂടെ കിടന്നവനെ കാണാതാവുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ എന്താണെന്നറിയോ നിനക്ക്? അറിയില്ലല്ലോ. എന്നാൽ ഞാനും ചൈതു അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഋഷി എവിടെയൊക്കെ തിരക്കുന്നറിയോ നിന്നെ. എന്നിട്ട് അവനൊരു ഫോൺ വിളിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ബന്ധം അത്രത്തോളം വേദന ഉള്ളതൊന്നുമല്ലല്ലോ ഇത്. നീ അവൻ്റെ റൂം പറഞ്ഞോ, ഇല്ലെങ്കിൽ എൻ്റെ വായിന്ന് വരുന്ന വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ആരും. ആശു അങ്ങനെ അല്ല, ഞാൻ അപ്പം സമ്മതിച്ചില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനോ നിങ്ങളാരും ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നല്ല. അപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. ഇവിടുത്തെ സിറ്റുവേഷനും ഭയങ്കര മോശമായിരുന്നു. ത്രിലോകിന് കല്യാണം ആലോചിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായോണ്ടാ. അപ്പം എങ്ങാനും സമ്മതിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാണ്ട് മനഃപൂർവ്വമില്ല. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. തൽക്കാലം എനിക്ക് നിന്നെ മനസ്സിലാവത്തില്ല പോരെ. ഞാൻ നിന്നോട് ചോദിച്ചതിന് മറുപടി മാത്രം നീ എനിക്ക് തന്നാൽ മതി. അല്ലാതെ ചൊത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. നീ പറയാൻ നോക്ക്, അവൻ്റെ റൂം അവിടെ ഞാനായിട്ട് കണ്ടുപിടിച്ച അവ അനുഭവിക്കേണ്ടിരുന്ന ഭവിഷ്യത്തുകൾ വലുതായിരിക്കും. മര്യാദയ്ക്ക് നീയായിട്ട് പറഞ്ഞോ. എടാ മുകളിൽ പോയിട്ട് രണ്ടാമത്തെ റൂം. ആശു ദൈവമേ, ഞാനിനി വിഷ്ണു അച്ഛനോട് എന്ത് പറയും? ഉറപ്പാ ഞാനങ്ങനെ അവനെ പിടിച്ചു മാറ്റാൻ പോയാൽ ഇവനെ തല്ലും. ചൈതു മൂപ്പിച്ച് കൊടുത്തിരിക്കായിരിക്കും, അല്ലാതെ ഇവ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കത്തില്ല. എനിക്ക് പണ്ടോട്ട് അറിയാന്നുള്ളതാ രണ്ടിന്. അന്നത്തെ എൻ്റെ ദേഷ്യം എല്ലാം കൂടെ എന്നെ അടിച്ചു തീർക്കും. തൃശു, എൻ്റെ ദൈവമേ, വിഷ്ണു അച്ഛൻ കാരണം തൃശു അവൻ ഒരു പാവം. അവനാ ഇനി എല്ലാം അനുഭവിക്കാൻ പോകുന്നത്. ഞാനിനി എന്തോ ചെയ്യാനാ? അവ അവിടെ എന്ത് ചെയ്യാന്ന് ഞാൻ പോയി നോക്കിയത് പോലുമില്ല. ദൈവമേ, ആ ചെറുക്കൻ ഞാൻ അറിയാണ്ട് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവണേ. ഭൂമി കാണല്ലേ, എനിക്ക് നെഞ്ചുവേദന എടുക്കുക. എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. തിരിച്ചു വരുമ്പോൾ അവനില്ലെങ്കിൽ ഏതായാലും ആശു തടുക്കാനുള്ള ധൈര്യം എനിക്കില്ല. അവൻ്റെ ഒരു ഇടി കിട്ടിയാൽ മതി, ഞാൻ തറയിൽ ചത്ത ശവമായിട്ട് കിടക്കും. ആരെ വിളിക്കും? ത്രിലോകിനെ വിളിക്കാം. മുകളിൽ രണ്ടാമത്തെ റൂം ഇത് തന്നെയാ. തരക്കേടില്ല. വിഷ്ണുദാസ് ഞാൻ വിചാരിച്ച പോലെ അല്ല. വീടൊക്കെ സെറ്റായിട്ട് തന്നെ കെട്ടിയ ചെയ്യുന്നത്. എന്നിട്ടെന്താ തലയിൽ ആളെ താമസം ഉണ്ടോ അയാൾക്ക്? അയാൾക്ക് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അയാളുടെ മോനെ ഒന്ന് എൻ്റെ ഈ കിട്ടിക്കോട്ടെ. ഞാനിവിടെയല്ലേ നിൽക്കുന്നത്. അയാളുടെ മോനെ ഞാനൊന്ന് കൊണ്ടുവയ്ക്കോട്ടെ. അതാണ് ശരി. അയാൾക്കറിയില്ല ഈ കാശ് ആരാന്ന്. ഇനിയുള്ള 31 ദിവസം അയാൾക്ക് ഞാൻ അറിയിച്ചും കാണിച്ചും കൊടുക്കും. ഇഗാഷ് റായിച്ചന്ദ് റോയി റായിച്ചന്ദിനെ പോലെ അല്ലാന്ന്. അയാൾ എണ്ണി എണ്ണി കരയുന്നത് ഞാൻ അറിയിച്ചു കൊടുക്കാം. പട്ടിയായിരുന്നു.
ആരാ? എന്താ? ഇയാൾക്കെന്താ ചെവി കേട്ടൂടെ? ആരാന്ന്? എന്താ വേണ്ടേ? ഹലോ, എക്സ്ക്യൂസ് മീ, ആരാ? ഇയാളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അയ്യേ, നോക്കുന്നതിനൊക്കൊരു മയം വേണ്ടേ? ഇയാളിന് ഒരു ഏലിയനായിരിക്കുമോ? മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത. നോക്ക്. അയ്യോ, അങ്ങോട്ട് നോക്കണ്ട, അറിയാത്ത പോലെ നിൽക്കാം. എന്നാലും ഇതാരാ? ഹായ് ഇഗാഷ്. ഓ ഹായ്, നൈസ് ടു മീറ്റ് യു. തൃശ്ശൂർ. ആക്ച്വലി എന്താ വേണ്ടേ? അച്ഛനെ കാണാനാണോ ഏട്ടനെ കാണാനാണോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അല്ല, ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. വാ പോവാം. ഈ അപ്പുറത്തെ റൂം അച്ഛൻ്റെ. തൃശ്ശൂർ അല്ലേ? എനിക്ക് നിന്നെ തല്ലാൻ ഒരു ആഗ്രഹമില്ല, പക്ഷെ നീ എന്നെ കൊണ്ട് നിന്നെ തല്ലിപ്പിക്കരുത്. കാരണം ഇനി നീ കുറേ എൻ്റെ നിന്ന് വാങ്ങാനുള്ളതാ. പൊന്നുമോനായിട്ട് ഇറങ്ങി വാ. എനിക്ക് നിൻ്റെ തന്തേനെയും കണ്ട, നിൻ്റെ ചേട്ടനെയും കണ്ട. എനിക്ക് കാണേണ്ടതും കൊണ്ടുപോവേണ്ടതും നിന്നെയാണ്. അപ്പോൾ പോവാം. എന്നെയോ? എന്തിന്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ കൊണ്ടുപോയി 5 പൈസ പോലും കിട്ടൂല. ഈ കാണുന്ന സ്വത്തൊന്നും എൻ്റെ പേരിലൊന്നുമല്ല, ചേട്ടൻ്റെ പേരിലാണ്. ചേട്ടൻ ഓഫീസിൽ പോകുന്ന വഴിയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ചേട്ടനെ പോയി കൊണ്ടുപോയിക്കോ. അതാകുമ്പോൾ ഭീഷണിപ്പെടുത്തി ഈ സ്വത്തൊക്കെ എഴുതി വാങ്ങാം. എന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കമ്പനി ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ കമ്പനിയാണ്. ആ കമ്പനി മാത്രം എനിക്ക് തന്നാൽ മതി. വേണമെങ്കിൽ ഞാൻ കൂട്ടിക്കാം ചേട്ടനെ തട്ടിക്കൊണ്ടുപോവാൻ. തന്തയുടെ മോൻ തന്നെ. ഇപ്പം നീ വരുന്നോ? ഞാൻ നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോണോ? പിടിച്ചു വലിച്ചോണ്ട് പോകുന്ന എന്തിനാ എന്നെ കൊണ്ടുപോകുന്നതെന്ന് പറ. എന്നാൽ ഞാൻ വരാം. അല്ല, താൻ എന്തിനാണോ വന്ന് പേരൊക്കെ പറഞ്ഞു മുറിക്കകത്ത് കയറിയൊന്നു എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്? കൊല്ലം കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കൂടോ? സാമദ്രോഹി. തൃശൂ, നീ ഓക്കെ അല്ലേ? അശു പ്ലീസ് ഡാ, വിട്ടേരെ. അവനൊന്നും അറിയത്തില്ലടാ. അവൻ ഇന്നലെ വന്നതേ ഉള്ളടാ. എടാ, വിഷ്ണുവച്ചൻ കാണിക്കുന്ന ഒരു കാര്യങ്ങൾ അവനെ അറിയില്ല. അശു നീ വിട്ടേരെ, അവനെ കൊണ്ടുപോലടാ പ്ലീസ് ഡാ. ആശു അളിയ, ഇത് അളിയൻ്റെ അനിയനാണോ? ഇഗാഷ് റായ്ചന്ദ് ചൗധരി. ഇന്നലെ ഏട്ടൻ പറഞ്ഞ ഗുണ്ട. ഓ മൈ ഗോഡ്. അപ്പം എന്നെ കൊണ്ടുപോകാൻ വന്നതാ. അപ്പോൾ 8 മണിക്ക് ശേഷം എന്നെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ടല്ലേ ഞാൻ 8 മണിയായിട്ട് ഉറങ്ങി തന്നെ കിടന്നത് അഭിനയിച്ച്. അപ്പം എല്ലാവരും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഇതാരു നിൻ്റെ നല്ലതിനാ പറയുന്നത്. സ്റ്റേ എവേ ഫ്രം ദിസ് പ്രോബ്ലം. ഈ പ്രശ്നത്തിൽ നീ കയറി വരാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഞാനൊന്നും നോക്കത്തില്ല, തോറ്റി കുന്നോളെ പറഞ്ഞേക്കാം. പിന്നെ നിന്നോട്, നിന്നെ ഈ കാശ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. പിന്നെ നിൻ്റെ മറ്റവനുണ്ടല്ലോ ത്രിലോക്, അവനെ ഞാൻ കാണുന്നുണ്ട്. ഗുണ്ടല്ലേ ഞാൻ. വാടാ. ഞാൻ വരൂല. പോ. ആരു? അതെ അതെ അതെ, എക്സ്ക്യൂസ് മീ. ആരു എൻ്റെ ചേട്ടനാ. അവൻ അവിടെ നിന്ന് അനങ്ങത്തില്ല. അവനെന്നെ നന്നായിട്ടറിയാം. വാ അങ്ങോട്ട്. അവൻ്റെ ഒരു കൊള്ളക്കരച്ചിൽ. അശു നിക്ക്. എടാ നീ കൊണ്ടുപോയിക്കോ, വേദനിപ്പിക്കല്ലേടാ. ആ കരയുന്നൊന്നും കള്ളൊന്നുമല്ല. അപ്പം അങ്ങനെയാ.
പാവാടാ, ഒന്നും അറിയത്തില്ല. 10-22 വയസ്സേ ഉള്ളൂ. പ്ലീസ്. ഓ റിയലി? 10-22 വയസ്സേ അത്ര ചെറിയ വയസ്സൊന്നുമല്ല. ഇവനെ വലുതാക്കി തന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. മോങ്ങലും കുട്ടിത്തൊക്കെ മാറ്റി നല്ല പക്വതയുള്ള നല്ല ഉത്തരവാദിത്വമുള്ള ഒരുത്തനായിട്ട് ഞാൻ പറഞ്ഞുവിടാം. നീ പേടിക്കണ്ട കേട്ടാ. നിൻ്റെ അമ്മായി അച്ഛനോടും ഭർത്താവിനോടും ആൻറ്റി കണ്ടില്ല ആൻറ്റിയോടും കൂടെ പറഞ്ഞുതരാം കേട്ടാ. മേ ബി ചിലപ്പോൾ ആൻറ്റി അതിന് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ബൈ. നിൽക്ക്. നമ്മളെന്താ നടന്നാണോ പോകുന്നത് നിങ്ങളുടെ വീട് വരെ? വണ്ടിയൊന്നും കാണുന്നില്ല. അതെ, സത്യത്തിൽ എന്നെ എന്തിനോ കൊണ്ടുവന്നേ? എൻ്റെ അച്ഛൻ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ബെറ്റ് വിളിച്ചേ? എന്നെക്കൊണ്ട് അടുക്കള പണിയൊക്കെ ചെയ്യിപ്പിക്കുമോ? അല്ല, എനിക്കൊന്നും അറിയത്തില്ല. അറിയാത്തൊരാളെങ്ങനെ ചെയ്യാനാ? ചെയ്യിപ്പിക്കില്ലായിരിക്കും അല്ലേ ഇക്കാഷ് റായ്ചന്ദ് ചൗധരി? ഇതിൻ്റെ വായു അടയത്തില്ലേ? അതെ, മറ്റുള്ളവർ ചെയ്യിപ്പിക്കൂലേ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഇക്കാഷ് റായ്ചന്ദ് ചൗധരി ചെയ്യിപ്പിക്കും കേട്ടോ. നിൻ്റെ അച്ഛൻ എന്നോട് ബെറ്റ് വിളിച്ചിരിക്കുന്നതേ എൻ്റെ അടിമ, എൻ്റെ വേലക്കാരനായിട്ട് വിടാമെന്നാ. അല്ലാതെ നിന്നെ അവിടെ കൊണ്ടുവന്ന് സപ്രപഞ്ചത്തിൽ പൂജിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവന്നത് കേട്ടാ. ഞാൻ പറയുന്നത് എന്താണോ അതൊക്കെ നീ ചെയ്യും. ലണ്ടനിൽ വളർന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഫുഡൊന്നും ഉണ്ടാക്കാറില്ലാത്തൊരു കുറ്റമല്ല. അതൊക്കെ പഠിച്ച് നീ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അവൻ്റെ ഒരു കിഞ്ഞാരിപ്പ്. പിന്നെ ഞാൻ നടന്നു പോകണമെന്ന് പറഞ്ഞാൽ നടന്നു തന്നെ പോകണം. അതിനി എൻ്റെ വീട് വരെയാണെങ്കിൽ വീട് വരെ. മനസ്സിലായോ? തൽക്കാലം ഇപ്പം നമ്മൾ നടന്നല്ല പോകേണ്ടത്. കാർ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം. ബാ, അവിടം വരെ നടക്കണം. അല്ലാതെ നിന്നെ ഞാൻ എടുത്തോണ്ടൊന്നും പോകത്തില്ല. ഇനി നീ ആവശ്യമില്ലാത്ത ചോദ്യം വല്ല എന്നോട് ചോദിച്ചാൽ നിൻ്റെ ഈ വെളുത്തിരിക്കുന്ന 2 ചെവിട് ഞാൻ അടിച്ച് പൊട്ടിക്കും. മനസ്സിലായോ? ഓ ആ, മനസ്സിലായി. ഇതൊരു കഷ്ടമാ കാലമാടൻ. വെറുതെ അല്ല ഇന്നലെ ചേട്ടൻ പറഞ്ഞത് ഒരു ദാക്ഷണില്ലാത്ത സ്വഭാവം പിടിച്ചവനാ, പേടിക്കണം സൂക്ഷിക്കണമെന്നൊക്കെ. എന്നാലും ദൈവമേ, ലോകത്ത് ഒരു മോനും ഇങ്ങനത്തെ ഒരു അലവലാതി തന്തേക്കിട്ടല്ലേ. ലണ്ടനിൽ നിന്ന് വണ്ടി പിടിച്ചു വന്ന് നരകത്തിലോട്ട് പോകാനാണല്ലോ ദൈവമേ എൻ്റെ അവസ്ഥ. ആരറിയാൻ? എൻ്റെ ദൈവമേ, എൻ്റെ ചെറുക്കൻ. എടാ, നിന്റെ അനിയൻ ചെറുക്കൻ അടിക്കുകയും തല്ലിയൊന്നുമില്ലല്ലോ അല്ലേ? റോയി എവിടെ ഉള്ളത് എൻ്റെ ആകെയുള്ള സമാധാനം. നീ പറഞ്ഞു നോക്കുമ്പോൾ ആ ചെറുക്കന് ഭയങ്കര ദേഷ്യമെന്നാ തോന്നുന്നത്. നീ പറഞ്ഞിട്ടൊരും കേട്ടില്ലല്ലോടാ നിന്റെ അനിയൻ. എല്ലാം ഈ ഇരിക്കുന്ന മനുഷ്യൻ കാരണം. എൻ്റെ ചെറുക്കനങ്ങളും കുറഞ്ഞെന്നങ്ങനെ ഞാൻ അറിയണോ? നിങ്ങളാ ബോധിച്ച് കീറി ഒട്ടിക്ക് നോക്കിയോ? എനിക്ക് ആലോചിക്കും ദേഹം തളരുക. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഞാൻ റോയിയുടെ മുമ്പ് വേണമെങ്കിൽ കരഞ്ഞ് അഭിനയിക്കാം. അന്നേരം ആ ചെറുക്കനെ റോയി പറഞ്ഞ് മനസ്സിലാക്കും. എൻ്റെ പൊന്നമ്മ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അവൻ അടിക്കോ തല്ലോന്നൊന്നും. എനിക്ക് തന്നെ അവനെ ചില സമയം പിടികിട്ടാറില്ല. പിന്നെ എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞത് ശരിയാ, എല്ലാത്തിനും കാരണം വിഷ്ണു അച്ഛനാ. അച്ഛനിത് എന്തിനു സൂക്കേടായിരുന്നു? ഞാൻ പറഞ്ഞതല്ല അവൻ്റെ സ്വഭാവം എല്ലാവരോടും. എന്നിട്ടും അമ്മ വിചാരിക്കും പോലെയൊന്നും അല്ല. അവൻ അച്ഛൻ പറഞ്ഞതൊന്നും കേൾക്കത്തില്ല. അപ്പോൾ വല്ലതും പറയാൻ പോയി കഴിഞ്ഞാൽ അവൻ അതിന് വിപരീതമായിട്ട് വേറെ വല്ലതും കാണിച്ചു കൂട്ടും. അവനപ്പയെന്ന് പറഞ്ഞ ജീവനാ. അപ്പനെ ഇത്രയും വിഷ്ണു വെച്ച് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവൻ അനങ്ങിയിട്ടില്ല. ഇപ്പം ഇങ്ങനെ കാണിക്കണമെങ്കിൽ അവൻ്റെ ലക്കും ലിഹാലും പോയിട്ടാ, അല്ലാതെ വെറുതെ അല്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ അങ്ങോട്ട് പോയി നാണം കിടന്ന് നിൽക്കണ്ട. ആടാ, ഇനി അമ്മായിയും വരുമ്പോഴും കൂടെ എൻ്റെ മണ്ടേ കയറ്. അല്ലേലും ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ ചെറുക്കനറിയാം അവിടെ എങ്ങനെ നിൽക്കണമെന്ന്. അവൻ എൻ്റെ മോനല്ലേ. എൻ്റെ ധൈര്യം ഇത്തിരിങ്ങനെ അവൻ്റെ മനസ്സിൽ കാണും. പിന്നെ അവനവരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ? ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ. ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇനി അവിടെ ചെന്ന് നാണം കിട്ട് കാല് പിടിക്കാനൊന്നും ആരും നിൽക്കണ്ട. നിന്നോട് പ്രത്യേകിച്ച്. എന്നോട് പ്രത്യേകിച്ച് ഇയാൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അത് എൻ്റെയും കൂടെ കൊച്ചാ. റോയി ഉള്ളത് എൻ്റെ സമാധാനം. എൻ്റെ ചെറുക്കനങ്ങളെ കുരഞ്ഞെന്നങ്ങനെ ഞാൻ അറിയണം വിഷ്ണു ഏട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പിന്നെ ഞാനും എൻ്റെ പിള്ളേർ നിങ്ങളുടെ ലൈഫിലുണ്ടാവത്തില്ല. അത്ര ഞാൻ പറയുന്നുള്ളൂ.
അമ്മ വിഷ്ണു അച്ഛാ, എന്നാച്ചും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കണ്ട് ഡിവോഴ്സ് നോട്ടീസ് ഏർപ്പാടാക്കി വെച്ചോ. അവ എന്തായാലും കാര്യം അത് ആശു എൻ്റെ മുഖത്തോക്കി പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഓ അച്ഛനിപ്പോൾ സംതൃപ്തി ആയല്ലോ. അച്ഛാ അവ ഇവിടെ കൊണ്ടാ കളിച്ചേക്കുന്നത്, അല്ലാതെ അച്ഛൻ കളിക്കുമ്പോൾ പൊട്ടത്തരല്ല അവൻ കാണിച്ചേക്കുന്നത്. ഇതൊരു തരം ലൂപ്പാണ്. ഇതിനകത്ത് നിന്ന് അച്ഛൻ ഇനി പുറത്തു വരെ 5-6 വെള്ളം കുടിക്കും. അച്ഛന് മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം കേട്ടോ. അച്ഛൻ മുന്നും നോക്കാതെ പോയി ബെറ്റ് വിളിച്ചു. ഫൈൻ, പോട്ടെ, അതെല്ലാം പോട്ടേന്ന് വയ്ക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ പോയി കോർട്ടിൽ അവരഴിമതി നടത്തി തട്ടിപ്പ് നടത്തി അവരുടെ സംഭവം ശരിയല്ല, തേങ്ങ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ കൊടുത്തു. ഇതിലേതെങ്കിലും ഒന്ന് അച്ഛൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ പിന്നും അച്ഛന് നിന്ന് പോകുമായിരുന്നു. ഈ വരുന്ന ഒരു മാസം തൃശ്ശൂർ അവിടെയാണ്, അതായത് 31 ദിവസം. അച്ഛൻ ഓർത്ത് വെച്ചോ. ഇന്ന് എന്താ ആഴ്ചയാണെന്നറിയാമല്ലോ? ഇന്ന് 15-ാം തീയതി. അടുത്ത 15-ാം തീയതി ആകുമ്പോഴേ അവ ഇവിടെ വരത്തുള്ളൂ. അതുവരെ അച്ഛനൊന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. അവനെ വച്ച് ഭീഷണിപ്പെടുത്തും. അതാ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അച്ഛൻ കണ്ടോ, ആര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവന് കാഞ്ഞ ബുദ്ധിയാണ്. പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയണ്ടല്ലോ, റോയ് അങ്കിളിനെ പോലെയല്ല, അങ്കിളുടെ വിപരീതമാണ്. അച്ഛൻ്റെ സ്വഭാവം തന്നെ എന്നാ തോന്നുന്നത് അവന്. അതുകൊണ്ട് ഇനിയുള്ള 31 ദിവസം അച്ഛൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചെറുക്കൻ എവിടെയാണ് അതച്ഛൻ മറക്കണ്ട. ഇതിനെതിരെ ഇനി അച്ഛൻ എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നോ കിഡ്നാപ്പിങ്ങെന്നോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോയെന്നോ അങ്ങനെ എന്തെങ്കിലും കേസ് കൊടുക്കാൻ പോയാലോ അച്ഛൻ തന്നെ പെടും. അവൻ CCTV ഫുട്ടേജുമായിട്ട് വരും. അച്ഛൻ ബെറ്റ് വിളിച്ചെൻ്റെ ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബെറ്റ് വിളി മറ്റേ സംഭവം ഇതൊക്കെ ലീക്കായാലുള്ള അവസ്ഥ ഉണ്ടല്ലോ, അച്ഛൻ തന്നെ നാണക്കേട്. നമ്മുടെ കമ്പനി 8 നില പൊട്ടും. എല്ലാം ഓർത്തിരുന്നാൽ നല്ലത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ ചെറുക്കനെങ്ങാനും വല്ലതും പറ്റിയ കരയോ അല്ലെങ്കിൽ വല്ലതും ഞങ്ങൾ അറിയണം. അന്നേരം ഞാനും ആരും വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ അച്ഛനായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അച്ഛൻ ഒറ്റയ്ക്ക് ജീവിക്കുമോ കമ്പനി കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എൻ്റെ ചെറുക്കൻ ഒന്നും ചെയ്യത്തില്ലായിരിക്കുമല്ലോ അല്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടു? എന്നാ ഞാൻ കേസ് കൊടുക്കും. ഒരു കേസ് കൊടുത്ത എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. എൻ്റെ ചെറുക്കൻ